الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. صدق الله مولانا العظيم. اقرأوا القرآن واسألوا الله به قبل أن يأتي يوم يقرؤون القرآن فيسألون به الناس. اقرأوا القرآن واسألوا الله به قبل أن يأتي قوم يقرؤون القرآن فيسألون به الناس. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഉപകാരപ്പെട്ട നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു അറിവായ വിഷയമാണ് ഇന്ന് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടെ ഉപദേശമായി കേൾപ്പിക്കാനുള്ളത്. ഇന്നലെയും മെലിഞ്ഞാന്നും നമ്മൾ സംസാരിച്ച പരിശുദ്ധ ഖുർആനും ഓതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുമ്പോൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട മര്യാദകളും അതിൻ്റെ സുന്നത്തുകളും അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഖുർആൻ ഓതി പൂർത്തീകരിക്കുന്നതിനൊരു രൂപമുണ്ട്, അതിനൊരു രീതിയുണ്ട്, അതിന് ചില ചിട്ടകളും മട്ടങ്ങളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഖുർആൻ ഓതി തീർക്കുന്ന ഈ ഖത്മു എന്ന് പറയുന്ന പരിപാടി അത് സാധാരണ ഒരു പരിപാടിയല്ല. അതിന് ചില പ്രത്യേകതകൾ, ബഹുമാനങ്ങൾ, ശ്രേഷ്ഠതകൾ ഒക്കെ അതിനുണ്ട്. പണ്ട് കാലത്ത് ഒക്കെ ഖുർആൻ ഓതി പൂർത്തിയാകുന്ന ദിവസത്തിൽ ആ സമയത്ത് പ്രത്യേകമായിട്ട് വിരുന്ന് ഒരുക്കുമായിരുന്നു. എന്നിട്ട് കൂട്ടുകാരെ, കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് വിരുന്ന് കൂട്ടുമായിരുന്നു. അത്രയും ബഹുമാനം. അതുപോലെ ഖുർആൻ ഓതി തീർത്ത് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് സമ്മാനം കൊടുക്കുമായിരുന്നു. അതുപോലെ ഖുർആൻ ഓതി തീർത്ത് കഴിയുമ്പോൾ സദഖകൾ ചെയ്യുമായിരുന്നു, ഹദിയകൾ കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിട്ടകൾ പണ്ടുള്ള മഹാന്മാരൊക്കെ ചെയ്തിരുന്നു. നമുക്ക് മരിച്ചുപോയ ചില ആചാരങ്ങളിൽ, സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ ഖത്മ് ചെയ്യുന്നതിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ചില സ്ഥലങ്ങൾ ഉള്ളതുപോലെ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങൾ ഉള്ളതുപോലെ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ചില പ്രവൃത്തികളുണ്ട്. ചില പ്രവൃത്തികൾ ചെയ്തിട്ട് അള്ളാഹിനോട് ദുആയിരുന്നാൽ വേഗം ഉത്തരം കിട്ടും. എന്നാൽ അങ്ങനത്തെ ഒരു കർമ്മമാണ് ഖുർആൻ ഓതി പൂർത്തിയാക്കുന്ന സമയം. അങ്ങനത്തെ ഒരു കർമ്മമാണ് ഖുർആൻ ഓതി പൂർത്തിയാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ പൂർത്തിയാക്കിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് മറ്റുള്ള സന്ദർഭങ്ങളിൽ ദുആ ചെയ്യും പോലെയല്ല, അതിന് പ്രത്യേക പരിഗണനയുണ്ട്. അതുകൊണ്ടാണ് അതിന് ആഘോഷമാക്കി മാറ്റാൻ നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയുന്നു, യുക്സിർ മിനദ് ദുആ ഇൻദൽ ഖത്ം. ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്ത് ദുആ കൂടുതലാക്കണം, നല്ല ധാരാളം ദുആ എടുക്കണം. ഫഇന്നഹാ, കാരണം ഖുർആൻ ഖത്മ് ചെയ്തിട്ടുള്ള സമയം സഅത്തുൻ ശരീഫത്തുൻ മുബാറകത്തുൻ, അത് ബറക്കത്തുള്ളതും വളരെയേറെ ബഹുമാനങ്ങളുള്ളതുമായ സമയമാണ്. അതോടൊപ്പം വമിനൽ മവാത്തിനില്ലത്തി യുസ്തജാബു ഫീഹ ദുആ, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ പെട്ടത് കൂടിയാണ് ഈ ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. വതതനസ്സലു റഹ്മ, റഹ്മത്തുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ദുആ എടുക്കുന്നത് വലിയ പുണ്യമുള്ളതാണ്. അപ്പൊ ദുആ, ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയം, ആ ചെയ്യുന്ന രീതി അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ പരിഗണിക്കണമെന്നാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ തരുന്ന ഉപദേശം. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഖുർആൻ ഓതി അവസാനത്തെ 30ാമത്തെ ജുസ് ഓതി ഏകദേശം ഒരു പകുതി ആകുമ്പോഴാണ് സൂറത്തു വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന് തുടങ്ങുന്ന സൂറത്ത് വരുന്നത്. അതെത്തിയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചിലത് ചെയ്യാനുണ്ട്. ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ സുന്നത്ത് പറയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ,
വദ്ദുഹ വല്ലൈലി എത്തിയാൽ അത് മുതൽക്ക് അങ്ങോട്ട് ഇതുവരെ ഖുർആൻ ഓതി വന്ന ആള് വദ്ദുഹ മുതൽക്ക് പിന്നെ അങ്ങോട്ടെല്ലാം എല്ലാ സൂറത്ത് തീരുമ്പോഴും തഹ്ലീല്, തക്ബീർ, തഹ്മീദ് ഇത് മൂന്നും ചൊല്ലൽ സുന്നത്തുണ്ട്. തഹ്ലീല്, തക്ബീർ, തഹ്മീദ് ഇത് മൂന്നും ചൊല്ലൽ സുന്നത്തുണ്ട് എല്ലാ സൂറത്തുകളുടെ അവസാനം. ഏതുവരെ? വദ്ദുഹ മുതൽ തുടങ്ങിയിട്ട് ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്ത് തീരുമ്പോൾ വരേക്കും ഇത് ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ തഹ്ലീലും തക്ബീറും തഹ്മീദും കൂട്ടിച്ചൊല്ലൽ എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇത് ചൊല്ലൽ സുന്നത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എല്ലാ സൂറത്ത് തീരുമ്പോഴും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവുക. അങ്ങനെ ഓതി തീർക്കണം. ഇതാണ് ഒരു സുന്നത്ത്. അത് ചില സ്ഥലത്തൊക്കെ കാണാം. വദ്ദുഹ വല്ലൈലിക്കും പിന്നെ പെട്ടെന്നൊരു ചാട്ടം അൽഹാക്കുമുത്ത കാഫിർ, പിന്നെ ഖുലിയാൽ കാഫിറിലേക്ക് വേറൊരു ചാട്ടം, പിന്നെ അങ്ങനെ തബ്ബത്ത് യദാ അബീ ലഹബ് അവിടെ ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ ചൊല്ലൂല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ രൂപത്തിലൊക്കെ കാണുന്നു. പക്ഷെ അതിന്റെ ശരിയായ രൂപം ഖുർആൻ ഓതി വരുന്ന ആള് വദ്ദുഹ വല്ലൈലി മുതൽക്ക് ഈ പറയപ്പെട്ടതുപോലെ സൂറത്തിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലിയിട്ട് അടുത്ത സൂറത്ത് തുടങ്ങണം. ഇങ്ങനെ വേണം. ഇതാണ് ഒന്ന് പ്രത്യേകമായിട്ട്. മറ്റൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ ആ സൂറത്ത് ഓതി ഈ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി പിന്നെ അങ്ങ് വേറെ കഴിഞ്ഞിട്ട് പോകുന്നതാണോ എങ്കിൽ അത് പോരാ. അവിടെ ഒരു സുന്നത്തും കൂടിയുണ്ട്. എന്താണ് ആ സുന്നത്ത്? ഖുർആൻ ഓതി അവസാനത്തെ സൂറത്തും ഓതി കഴിഞ്ഞാൽ രണ്ടാമത് അടുത്ത ഖത്മ് തുടങ്ങുന്നതിലേക്ക് പ്രവേശിക്കണം. രണ്ടാമത് പിന്നെയും തുടക്കം കുറച്ച് ഓതിയിട്ട് വെക്കണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ ഓതിയിട്ട് ദ്വാരം എഴുന്നേറ്റ് പോകുന്നതിന് പകരം അപ്പുറത്തോതണം, തുടക്കം ഓതണം. എന്തുകൊണ്ട്? സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ തിരുനബിയോട് ചോദ്യം വന്ന്, എന്താ ചോദ്യം? അയ്യുൽ അഅമാലി അഹബ്ബു, ഏത് അമലാണ് നബിയെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുക? ഖാല, നബിയുടെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അൽ ഹാലുൽ മുർതഹി, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കയറുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രവൃത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെടുക. ഇറങ്ങിക്കയറുന്ന ആള് അൽ ഹാലുൽ മുർതഹി, അതിന്റെ ഭാഷാപരമായ അർത്ഥം ഇറങ്ങിക്കയറുന്ന ആള്. ഖീല വമൽ ഹാലുൽ മുർതഹിൽ, നബിയെ ഈ ഇറങ്ങിക്കയറുന്ന ആളെന്ന് പറഞ്ഞാൽ ആരാണത്? ഖാല, നബിയുടെ വിശദീകരണം. അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് വരുന്നത്. എന്താ അതിന്റെ ആശയം മനസ്സിലാവുന്നില്ല. ഇറങ്ങിക്കയറുന്ന ആളെന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി തീർക്കുമ്പോൾ അവിടെ എന്ത് ഇറങ്ങിക്കയറല? അപ്പൊ ഈ ഇറങ്ങിക്കയറുക എന്ന് പറഞ്ഞാൽ എന്ത്? തിരുദൂതരുടെ മറുപടി അല്ലദീ യദ്രിബു മിൻ അവ്വലിൽ ഖുർആനി ഇലാ ആഖിരിഹി, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാൾ ഓതി വരുന്നു. കുല്ലമാ ഹല്ല, ഓതി തീർന്ന് ഇറങ്ങേണ്ട സമയത്ത് ഖുർആനിൽ നിന്ന് ഇറങ്ങാണ്. ഓതി തീർന്ന് ഇറങ്ങാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഖുർആൻ ഓത്തുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാണ്. ഇറങ്ങുമ്പോഴെല്ലാം ഇർതഅല, അടുത്ത വണ്ടി കയറുമ്പോൾ അടുത്ത ഖത്മ് ഓതാൻ കയറി. ഇതാണ് ഇറങ്ങിക്കയറ്റം. ഇത് ചെയ്യുന്ന ആളാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകാരൻ എന്ന്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന അമലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യണം. അപ്പൊ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ചൊല്ലിയ ശേഷം എവിടെ പോകണം? ഫാത്തിഹ തുടങ്ങണം. ഫാത്തിഹയാണ് ആരംഭം. ഫാത്തിഹ ഓതി രണ്ടാമത്തെ സൂറത്തുണ്ട് അൽ ബഖറ. അൽ ബഖറ സൂറത്തിന്റെ അലിഫ് ലാം മീം അത് തുടങ്ങിയിട്ട് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അതുവരെ അത് ഓതിയിട്ട് അവിടെ ഒരു പ്രാർത്ഥന നടത്തണം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. എന്താ അവിടെ പറയുന്നത്? അതൊരു ശുഭലക്ഷണമുള്ള ആയത്താണ്. അവിടെ നമ്മൾ വെക്കുന്നതൊക്കെ ശുഭലക്ഷണമാണ്. നമ്മൾ ഖുർആൻ ഖത്മ് ചെയ്തിട്ട് അവസാനം എന്താ പറയുന്നത്? ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ അല്ലാഹുവിൽ നിന്ന് ഹിദായത്ത് കിട്ടിയവരാണ്, അവരാണ് വിജയിച്ചവർ. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അവരാണ് വിജയിച്ചവർ. ആ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ കട്ട് ചെയ്തിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം?
സദഖല്ലാഹുൽ അലിയുൽ അലീം. ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ സദഖല്ലാഹുൽ അലീം എന്നും ചൊല്ലൽ സുന്നത്തുണ്ട്. അത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ഇറക്കണം. എന്താ ദുആ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട നവവി ഇമാം റഹിമഹുള്ള പറയാണ്, അവൻ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ സ്വന്തം കാര്യത്തിന് ദുആ ഇറക്കണം, അവൻ്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയത്തിന് ദുആ ഇറക്കണം. രണ്ടാമത് അവൻ്റെ കുടുംബത്തിൻ്റെ, അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കള്, മാതാപിതാക്കൾ, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ഇറക്കണം. അവരുടെ ഇഹപര നന്മക്ക് വേണ്ടി ദുആ ഇറക്കണം. മൂന്ന്, അവൻ്റെ നാട്ടിലെ മറ്റ് ജനങ്ങൾക്ക്, അവൻ്റെ പിന്നെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കണം. മുസ്ലിം ഉമ്മത്തിൽ സമുദായമില്ല, അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. ഖുർആൻ ഓതിയിട്ടുള്ള ദുആയിൽ ഈ 4 ഘടകങ്ങൾ പ്രത്യേകമായിട്ട് കൂടണം എന്ന് ഇമാം നവവി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഓൻ്റെ കാര്യം, മറ്റൊന്ന് ഓൻ്റെ കുടുംബകാര്യം, മറ്റൊന്ന് ഉമ്മത്തിൻ്റെ കാര്യം, മറ്റൊന്ന് ഓൻ്റെ നാടിൻ്റെ കാര്യം. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയം നോക്കിയാൽ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ ലോകത്തൊട്ടാകുള്ള ആളുകളുള്ളതാണ്, എല്ലാവർക്കും നന്മക്ക് വേണ്ടിയാണ്. അപ്പോൾ ഓതിയ ആളുകളൊക്കെ ഇത് ശീലിക്കണം എന്നാണ് പറയുന്നത്. കാന അനസ്, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. ഇദാ ഖതമൽ ഖുർആന, ഖുർആൻ ഖതം ചെയ്യുമ്പോൾ ജമഅ വലദഹു വ അഹ്ല ബൈതിഹി ഫദഅ ബിഹി, വർക്കാരൊക്കെ വിളിച്ചു കൂട്ടും. എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വരാൻ പറയും, മക്കളെ നോക്കെ വരീന, ഭാര്യയും മക്കളൊക്കെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഖുർആൻ അവസാനിക്കുന്ന സമയത്ത് ഓലെ മുമ്പിൽ വെച്ചിട്ട് ദുആ ചെയ്യും. അതെന്തിനാണ്? ഈ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഖുർആൻ ഓത്തിന്റെ മര്യാദക്കും ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളുമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ, ബർക്കത്തുകൾ ഏറ്റിത്തരണം റഹ്മാനെ, പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുകാരനായി നിലനിർത്തി തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന സഹായിയാക്കണേ അല്ലാഹ്. ഖബറിലെ ഏകാന്തവാസത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരനാക്കണേ അല്ലാഹ്. നാളെ മഹ്ശറിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നായകനാക്കണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.